صلى الله على محمد صلى الله عليه وسلم صلى الله بسم الله الرحمن الرحيم കൂട്ടായിരുന്നിട്ട് ചൊല്ലുന്ന ഈ ദിക്റാണ് വലിയ പുണ്യമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസ് ആണോ ഹദ്ദാദ് ഉണ്ടാക്കാൻ, റാത്തിബുൽ ഹദ്ദാദ് ഉണ്ടാക്കാൻ പ്രചോദനമായത് എന്ന് പോലും തോന്നിപ്പോകും. ആ രൂപത്തില് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് അത് കണ്ട അങ്ങനെ തന്നെ തോന്നിപ്പോകും. എന്താണ്? അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു, ഇന്ന ലില്ലാഹി മലായികതൻ യതൂഫൂന ഫിത്തുറുഖ്, സർവ്വ വഴികളിലും ഇറങ്ങി ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന മലക്കുകളുണ്ട് അല്ലാഹുവിന്. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എല്ലാ ഊടുവഴികളിലും സഞ്ചരിക്കുന്നു. പള്ളിയായ പള്ളികളൊക്കെ, വീടുകളായ വീടുകളൊക്കെ ഇവരിങ്ങനെ കറങ്ങി നടക്കുകയാണ്. എന്തിന്? യൽതമിസൂന അഹ്ലൽ ദിക്ർ, ദിക്ർ ചൊല്ലുന്നവരുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് മലക്കുകൾ. ഫഇദാ വജദൂ ഖൗമൻ യദ്കുറൂനല്ലാഹ്, അങ്ങനെ ദിക്ർ ചൊല്ലുന്ന ഒരു വിഭാഗത്തെ അവർ കണ്ടുകിട്ടിയാൽ പല ഭാഗങ്ങളിലും പരന്ന് നടക്കുകയാണ് മലക്കുകൾ. എവിടെയെങ്കിലും ദിക്ർ ചൊല്ലുന്നവരുണ്ടോ നോക്കാൻ. ഏതെങ്കിലും ഒരു ഭാഗത്ത് ദിക്ർ ചൊല്ലുന്നവരെ കണ്ടാൽ തൊട്ടടുത്ത വഴികളിലൊക്കെ ഉണ്ടാകും ആളുകൾ. ഏത് ഒരു മഹല്ലിൽ തന്നെ പല പള്ളികളുണ്ട് അല്ലെ? ദിക്ർ വിരോധികളുടെ പള്ളികളുണ്ട്, ദിക്ർ ചൊല്ലുന്നവരുടെ പള്ളികളുണ്ട്, ദിക്ർ വിരോധി അല്ലെങ്കിലും ദിക്ർ ചൊല്ലാത്ത പള്ളികളുണ്ട്. അതൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ തിരിഞ്ഞു നടക്കുന്ന മലക്കുകൾ. ഒരാൾ, ഏതെങ്കിലും ഒരു ടീം എവിടെയെങ്കിലും ഒന്ന് ഹദ്ദാദിന്റെ സദസ്സ് കണ്ടാൽ, ദിക്റിന്റെ സദസ്സ് കണ്ടാൽ, ഹദ്ദാദ് ഉദാഹരണത്തിന് പറയാൻ, ഉടനെ തന്നെ തനാദൗ, അവർ പരസ്പരം വിളിച്ചറിയിക്കും, ഹലുമ്മോ ഇലാ ഹാജതിക്കും, നിങ്ങൾ തേടുന്നത് ഇവിടെ ഉണ്ട്, വേഗം വാ, വേഗം വാ, വേഗം വാ, ഇവിടെ ഉണ്ട് നിങ്ങൾ അന്വേഷിക്കുന്ന സംഗതി, ഇവിടെ ദിക്ർ നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അവിടെ കൂടും. ഫയഹ്ഫൂനഹും ബിഅജ്നിഹതിഹിം ഇലസ്സമാഇ ദുനിയാ, സയ്യിദുനാ റസൂലുള്ളാഹി പറയാൻ, അങ്ങനെ മലക്കുകൾ ഇങ്ങ് വന്ന് പൊതിഞ്ഞ് 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 ഒന്നാനാകാശം മുട്ടും വരെ മലക്കുകൾ ഈ ദിക്റിന്റെ മജ്ലിസിനെ പൊതിഞ്ഞു നിൽക്കോ. ഇതെവിടെയെങ്കിലും ഉള്ളതല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംശയത്തിനും ഇടയില്ലല്ലോ, ആർക്കൊന്നും ആലോചിക്കണ്ടല്ലോ. ബുഖാരിയും മുസ്ലിമുമാണ്. ദാ ഒന്നാനാകാശം വരെ തട്ടി നിൽക്കുകയാണ്. ഫൈദാ തഫറഖൂ, അങ്ങനെ ആ സദസ്സങ്ങ് പിരിഞ്ഞു പോയാൽ അതുവരെ ഒന്നാനാകാശം വരെ മുട്ടുന്ന ഈ ടീം ഈ ദിക്ർ ശ്രദ്ധിക്കുകയാണ്. ഇവർ വീട്ടിലേക്ക് ഓരോരുത്തരായി പിരിഞ്ഞു പോയാൽ അറജൂ ഇലസ്സമാ, അവരാകാശത്തേക്ക് കയറിപ്പോകുന്നു. ഖാല, ഹബീബ് പറയാൻ, മലക്കുകൾ വാനലോകത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഫയസ്അലുഹും റബ്ബുഹും, അല്ലാഹു അവരോട് ചോദിക്കും, വഹുവ അഅലമു ബിഹിം, അല്ലാഹു അവരെ പറ്റി നന്നായി അറിയാം, ഇവരെക്കാൾ ഈ ദിക്ർ ചൊല്ലിയവരെ പറ്റി നന്നായി അറിയാം. എന്നാലും ചോദിക്കുന്നു, മിൻ അയ്ന ജിഅ്തൂ, എന്നല്ല ഈ മലക്കൾ എവിടുന്നാ വരുന്നത്, എവിടേക്കാ പോയിരുന്നത്, എന്താ അവര് കണ്ടത്, ഇതൊക്കെ പഠിച്ചവനറിയാലോ, അറിയും. എന്നാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കൽ അല്ലാഹുവിന്റെ ആവശ്യമാണ്. മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളില്ലേ തസ്ബീഹ് ചെല്ലാൻ, ഞങ്ങളില്ലേ തഖ്ദീസ് ചെല്ലാൻ, ഞങ്ങളില്ലേ നിനക്ക് ഹംദ് ചെല്ലാൻ എന്ന് ചോദിച്ചതിനൊരു മറുപടി കൊടുക്കണമെങ്കിൽ എന്നും അല്ലാഹു അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ജിനാ മിൻ ഇബാദിക ഫിൽ അർദ്, പടച്ചോനെ ഭൂമിയിലുള്ള നിന്റെ അടിമകളുടെ അടുത്തുനിന്ന് വരാൻ. അല്ലാഹു ചോദിക്കുന്നേ, മായഖൂലു ഇബാദി, എന്നിട്ട് എന്റെ അടിമകൾ എന്താ പറയുന്നത്? അവർ മറുപടി പറയുന്നു, യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയഹ്മദൂനക വയുഹല്ലിലൂനക വയുമജ്ജിദൂനക, പടച്ചോനെ നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു, നിനക്ക് വേണ്ടി തക്ബീർ ചൊല്ലുന്നു, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു, അല്ലാഹു അക്ബർ എന്ന് പറയുന്നു, വയഹ്മദൂനക നിന്നെ സ്തുതിച്ച് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു, വയുഹല്ലിലൂനക നിന്നെ തഹ്ലീൽ ചൊല്ലുന്നു, നിനക്ക് വേണ്ടി തഹ്ലീൽ ചെയ്യുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, വയുമജ്ജിദൂനക നിന്റെ പ്രൗഢി അവർ പരാമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അതിലതൊക്കെയായി. ആ പറഞ്ഞ എല്ലാ ഒരൊറ്റ ദിക്റിൽ തന്നെ വന്നു. നോക്കൂ നിങ്ങൾ,
അപ്പൊ അതൊക്കെയാണ് ഇവരുടെ പരിപാടി. ഉടനെ തന്നെ അല്ലാഹു ചോദിക്കാൻ, വഹൽ റഔനി, എന്താണ് എന്നെ ഇത്രമാത്രം പ്രകീർത്തിക്കുന്നത്? ഞാനാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ് എന്നൊക്കെ പറയാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. അവരെന്നെ കണ്ടിട്ടുണ്ടോ മലക്കുകളെ? മലക്കുകൾ പറയുന്നു ഖാലൂ ലാ വല്ലാഹ്, ഖാലൂ ലാ വല്ലാഹ്, അവർ പറയുന്നു ലാ വല്ലാഹ് മാ റഔക, പടച്ചോനെ അല്ലാഹുവാണ് സത്യം, അവർ നിന്നെ കണ്ടിട്ടില്ല. ഉടനെ അല്ലാഹുവിന്റെ ചോദ്യം, കൈഫ ലൗ റഔനി, അപ്പൊ അവരെന്നെ കണ്ടാൽ, നിങ്ങളൊക്കെ എന്നെ കാണും പോലെ അവരെന്നെ കണ്ടിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകും അവരുടെ തസ്ബീഹും തക്ബീറും എന്ന് ചോദിക്കുമ്പോ അവര് പറയും ലൗ റഔക കാനൂ അശദ്ദ ലക ഇബാദതൻ വഅശദ്ദ ലക തംജീദൻ വഅക്സറ ലക തസ്ബീഹാ. പടച്ചോനെപ്പോ ഉള്ളതിനേക്കാൾ ഒന്നും കൂടെ സജീവമാകും ഇബാദത്ത്, ഉള്ളതിനേക്കാൾ ഒന്നും കൂടെ തസ്ബീഹും തംജീദും ഒക്കെ സജീവമാകും പടച്ചോനെ. നിന്റെ പ്രകീർത്തനം അവർക്കൊരു ഹരമായി മാറും. അവർ കൂടുതൽ കൂടുതൽ നിനക്ക് ദിക്ർ ചൊല്ലാനും നിന്നെ പ്രകീർത്തിക്കാനും തുടങ്ങുള്ള പടച്ചോനെ കണ്ടിരുന്നെങ്കിൽ. അപ്പൊ അല്ലാഹു തആല ചോദിക്കും, എന്നിട്ട് അവർ പറയുന്നത് ദിക്റാണല്ലേ ചൊല്ലുന്നത്? ഫമാദായ യസ്അലൂനനി, അവരെന്നോട് വല്ലതും ചോദിക്കുന്നുണ്ടോ? ആ ദിക്ർ ചൊല്ലിയിട്ട്, ദിക്റൊക്കെ കഴിഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഇത് ഒരൊറ്റ ദിക്റിൽ കൂടിയതിനാണ് ഞാൻ ഒറ്റ ദിക്ർ കൊണ്ട് ചുരുക്കാനാണ് അത് പറഞ്ഞത്. ബാക്കിയുള്ളതിലൊക്കെ ഉള്ളത് ഇത് തന്നെയാണ്, തസ്ബീഹും തഹ്മീദും തൻസീദും ആണ്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരെന്നോടെന്തോ പറയുന്നുണ്ടോ? അള്ളാഹുവിനോട് മലക്കുകൾ പറയുന്ന, അള്ളാഹുവേ ഉണ്ട്, യസ്അലൂനകൽ ജന്ന, യസ്അലൂനകൽ ജന്ന, പടച്ചവനെ അവസാനമായി ദിക്റൊക്കെ ചൊല്ലി പിരിയുമ്പോ അവര് സ്വർഗം ചോദിക്കുന്നുണ്ട് നിന്നോട്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന, അല്ലേ? നമ്മൾ അവസാനം ചൊല്ലുക ദിക്ർ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ സഖതിക വന്നാർ. എന്തോ ചോദിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഈ ഹദീസ് തന്നെയാണ് പ്രചോദനം എന്ന് തോന്നിപ്പോകും. കാരണം അതേ രൂപത്തിലാണ്, തുടക്കം ഒടുക്കൊക്കെ കണ്ടാൽ വളരെ കറക്റ്റാണ്. അതോടുകൂടെ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ഹദ്ദാദ് അവസാനിക്കുകയാണ്. എന്നിട്ട് പിന്നെ മശായിഖുമാരിലൂടെ കൂട്ടിച്ചേർത്ത ദിക്റുകൾ വേറെയുണ്ട്, നമുക്കതൊക്കെ ചെല്ലാം. അതിന്റെ അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദിലൂടെയൊക്കെ വന്നിരിക്കുന്ന, ഫരീഖിലൂടെ വന്നിരിക്കുന്ന ഹദ്ദാദിന്റെ ഏടുകളിൽ, അവരുടെ ഇജാസത്തുകളിൽ വേറെയും ചില സിയാദത്തുകൾ ഇതിലേക്ക് കടന്നിട്ടുണ്ട്. അതൊക്കെ ചർച്ചയിൽ വരുന്നുണ്ട്. ഹദ്ദാദ് തങ്ങളുടേത് അവിടെ അവസാനിക്കാം. അങ്ങനെ പറയാൻ കാരണം ആ ഹദീസിന്റെ ബന്ധം മനസ്സിലാക്കാനാണ്. അവരെന്തോ ചോദിക്കുന്നുണ്ടോ? സ്വർഗം ചോദിക്കുന്നുണ്ട് പടച്ചോനെ. അതേ സ്വർഗം ചോദിക്കുന്നുണ്ടല്ലേ. ഹൽ റഔഹാ, ആ സ്വർഗ്ഗം കണ്ടിട്ടുണ്ടോ? അല്ലാഹു തആല ചോദിക്കാൻ, സ്വർഗം ചോദിക്കാൻ കാരണം എന്താ? സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങള് അവർ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയുന്നു, ഇല്ല പടച്ചവനെ, ലാ വല്ലാഹി മാ റഔഹാ, ഇല്ല പടച്ചോനെ, നീ സാക്ഷി, അവർ സ്വർഗം കണ്ടിട്ടില്ല. അല്ലാഹു ഉടനെ തന്നെ പ്രതിവചിക്കും, ഫയഖൂലു കൈഫ ലൗ റഔഹാ വകൈഫ ലൗ റഔഹാ, അവരാ സ്വർഗം കണ്ടിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകും? മലക്കുകൾ പറയുന്നു, ലൗ റഔഹാ കാനൂ അശദ്ദ അലൈഹാ ഹിർസൻ വഅശദ്ദ ലഹാ തലബൻ വഅഅളമ ഫീഹാ റഗ്ബ. പടച്ചോനെ, അവരത് കണ്ടിരുന്നെങ്കിൽ ഇതിനേക്കാളേറെ ആ സ്വർഗം ആഗ്രഹിക്കുകയും ആ സ്വർഗം തേടുകയും ആ സ്വർഗത്തെ ആഗ്രഹിക്കുകയും ചെയ്യുമായിരുന്നു, അവർ കൊതിക്കുകയും ചെയ്യുമായിരുന്നു. ഇതാണ് സത്യം. ഇനി അല്ലാഹു തആല വീണ്ടും ചോദിക്കുന്നു, റസൂലുള്ള പറയാൻ, അല്ലാഹു വീണ്ടും ചോദിക്കുക അവരോട്, ഫമിമ്മ യതഅവ്വദൂൻ, എന്തോ ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ സ്വർഗം ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവരെന്തിനെ തൊട്ടെങ്കിലും അഭയം തേടുന്നുണ്ടോ? ഫമിമ്മ യതഅവ്വദൂൻ, അവർ വല്ല സംഗതികളെ തൊട്ടും കാക്കണേ റബ്ബേ എന്ന് പറയുന്നുണ്ടോ? അവർ പറഞ്ഞു, അതുണ്ട് റബ്ബേ. ഞങ്ങൾ അവസാനം കേട്ടത് വനഊദു ബിക മിനന്നാർ വനഊദു ബിക മിൻ സഖതിക വന്നാർ, പടച്ചോനെ നിന്റെ ദേശവും നിന്റെ കോപവും, പടച്ചോനെ നിന്റെ നരകവും, അതിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ എന്ന് പറയുന്നുണ്ട്. നരകത്തെ തൊട്ട് അഭയം തേടുന്നുണ്ട്. യതഅവ്വദൂന മിനന്നാർ. ഉടനെ തന്നെ അല്ലാഹു ചോദിക്കുന്നു, ഹൽ റഔഹാ, ആ നരകം അവർ കണ്ടിട്ടുണ്ടോ? ഖാലൂ ലാ വല്ലാഹ് മാ റഔഹാ, ഇല്ല പടച്ചോനെ, നീ സാക്ഷി, അവർ നരകവും കണ്ടിട്ടില്ല. അപ്പൊ അല്ലാഹു ചോദിക്കുന്നു, ഫകൈഫ ലൗ റഔഹാ, ആ നരകം അവർ കണ്ടിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകും?
മറുപടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൗ റഔഹാ കാനൂ അശദ്ദ മിൻഹാ ഫിറാറാ വഅശദ്ദ മിൻഹാ മഖാഫ. പടച്ചോനെ, ആ നരകങ്ങാനും കാണുകയാണെങ്കിൽ അവർ ഇതിനേക്കാൾ, ഇപ്പൊ ഉള്ളതിനേക്കാൾ നരകത്തിൽ നിന്ന് തിരിഞ്ഞോടുകയും നരകത്തെ ഭയക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വീണ്ടും അവരോട് ചോദിക്കാൻ, പിന്നെന്തൊക്കെയാ അവർ ചെയ്യുന്നത്? മറുപടി വയസ്തഗ്ഫിറൂനക, പടച്ചവനെ അവർ നിന്നോട് പൊറുക്കലിനെ തേടുന്നുണ്ട്. വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം, പൊറുക്കലിനെ തേടുന്നുണ്ട് അവര്. ശരി, പൊറുക്കലിനെ തേടുന്നുണ്ടല്ലേ? എങ്കിൽ ഉസ്ഹിദുക്കും, അല്ലാഹ് പറയാണ്, എങ്കിൽ ഉസ്ഹിദുക്കും, മാലാഖമാരെ നിങ്ങൾ സാക്ഷി, നിങ്ങളെ ഞാൻ സാക്ഷിയാക്കാണ്. എന്തിന്? അന്നീ ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, ഞാൻ തീർച്ചയായും അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. വഅഅതൈതുഹും മാ സഅലൂ, അവർ ചോദിച്ചത് അവർക്ക് നൽകാണ്. വഅജർതുഹും മിമ്മ തജാറു, അവർ ഏതൊരു കേസിനെ തൊട്ടാണോ അഭയം തേടിയത് അതിനെ തൊട്ട് ഞാൻ അഭയം നൽകുകയാണ്. നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് മലക്കുകളോട്. അപ്പൊ മലക്കുകൾ പറയാം, ഫയഖൂലു മലകും മിനൽ മലായിക, ഒരു മലക്ക് എഴുന്നേറ്റ് നിന്നിട്ട് പടച്ചവനോട് പറയും. ഇതൊക്കെ ബുഖാരി മുസ്ലിമിന്റെ നീണ്ട ഹദീസാണ്, ഒരു സുദീർഘമായ ഹദീസായി. പിന്നെ വല്ലതും പിന്നെന്താ? അവര് ചോദിച്ചത് മുഴുവൻ അവർക്ക് കൊടുക്കുകയാണ്, അവർ അഭയം തേടിയതിൽ അഭയം നൽകുകയാണ്, അവർക്ക് പുറത്തും കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വല്ല എതിർപ്പുണ്ടോ? മലക്കൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, പടച്ചോനെ, ഒരു മലക്ക് എഴുന്നേറ്റിട്ട് പറയും, റബ്ബീ റബ്ബി ഫീഹിം അബ്ദുൻ ഖത്താ. ശരിക്കും ശ്രദ്ധിച്ചോ ഇവിടെ? ഏത് പള്ളിയിൽ നടക്കുന്ന സാലിഹീങ്ങളുടെ ചുറ്റുവട്ടത്തിൽ പള്ളിയിൽ വെച്ച് നടക്കുന്ന ആ മജ്ലിസിൽ ചെന്നിരിക്കുന്നതിന്റെ ബറക്കത്ത് മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ്. ഇതുകൊണ്ടാണ് നേരം വെളുത്ത് വൈകുന്നേരം വരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങള് ഒളവട്ടൂർ പള്ളിയിൽ ഓതുന്ന കാലഘട്ടത്തില് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. നേരം വെളുത്താൽ ഉച്ച സമയം വരെ ആ മനുഷ്യൻ കന്നുകൂട്ടിയിട്ടാണ് അയാളുടെ വീട്ടിലേക്ക് ജീവിതം അരിയൊപ്പിക്കുന്നത്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരാൾ കരിത്തുളയിൽ കൈയിടാൻ പോവുകയാണ് നേരം വെളുത്താൽ. എപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു പ്രയോഗമായിരുന്നു അത്, ഈ കരിത്തുളയിൽ കൈയിടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഉസ്താദേ, ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ പറയാറുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യൻ നേരം പകലന്തിയോളം അധ്വാനിച്ച് രാത്രി വൈകുന്നേരം മഗ്രിബ് നിസ്കാരത്തിന് പള്ളിയിലെത്തി. മഗ്രിബും കഴിഞ്ഞ് ഇശാവും കഴിഞ്ഞ് ഉസ്താദും കുട്ടികളും ഹദ്ദാദ് റാത്തീബ് ചൊല്ലുമ്പോൾ അതിൽ കൂടെ ഇരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയില്ലേ, നിങ്ങളുടെയൊക്കെ മഹല്ലുകളിൽ ഇത്തരം ആളുകൾ ഉണ്ടാവും. എന്റെ സദസ്സിൽ ഒരു പക്ഷേ ഇത്തരം സദസ്സുകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവരുണ്ടാവും. ആലോചിക്കുക, എന്താ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഇതുകൊണ്ടുള്ള ഗുണം? ഈ പാവപ്പെട്ട മനുഷ്യൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചു പോയിട്ടുണ്ടാവും, ഒരുപാട് അപാകതകൾ ജീവിതത്തിൽ വരുന്നുണ്ടായിരിക്കാം. എങ്കിൽ അങ്ങനെ വന്നിരുന്ന് ആ ഹദ്ദാദ് റാത്തീബും കഴിഞ്ഞിട്ട് മാത്രം പോകുന്നവര് എത്ര പേരെ നമുക്ക് കാണാൻ കഴിയും? അങ്ങനെ നല്ല ഒരു വിഭാഗം ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു. ഇതാ മലക്കുകൾ പറയുന്നു, പടച്ചോനെ, അങ്ങനെ എല്ലാവർക്കും കൂടെ അങ്ങ് പുറത്തു കൊടുക്കല്ലേ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ട്. അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കേ. ഇവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുമ്പോ ഏത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹദ്ദാദിനായി പൊരേന്ന് വന്ന് ഹദ്ദാദിലിരുന്ന മനുഷ്യനെ പറ്റി അല്ല, മറിച്ച് വെറുതെ ഹദ്ദാദ് റാത്തീബിന്റെ മജ്ലിസിന്റെ അടുത്ത് കൂടെ നടന്നു പോകുമ്പോ എന്താ അവിടെ ഒരു ദിക്ർ കാണുന്നത്, ഏതായാലും കയറിയിരിക്കാന്ന് പറഞ്ഞിട്ട് കയറിയിരുന്ന ഒരുത്തനുണ്ട്. അയാൾ മഹാപാപിയാ പടച്ചോനെ, അയാൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ അവർ ഹദ്ദാദ് ലക്ഷ്യം വെച്ച് വന്നവർ എത്രയോ ഉന്നതങ്ങളിലാണ്. ഇതുപോലുള്ള ഒരു സദസ്, ഉദാഹരണത്തിന് ഈ സദസ്സിന്റെ അടുത്ത് കൂടെ നടന്നു പോകുന്നവരാണ്. ഇങ്ങോട്ട് ലക്ഷ്യം വെച്ച് വന്നവർക്ക് വേറെ പ്രതിഫലമുണ്ട്. പക്ഷേ ഇതിലൂടെ പോകുമ്പോ എന്തോ ഒന്ന് കേൾക്കുന്നത്, നമ്മളൊന്ന് പോയി വെക്കാന്ന് പറഞ്ഞിട്ട് രണ്ടാൾ വന്നിട്ടിരുന്നു, നമ്മുടെ പ്രഭാഷണം കേട്ടു, നല്ല കാര്യങ്ങൾ ഒരുപാട് പറയുന്നത് കേട്ടു, എഴുന്നേറ്റ് പോയി. എങ്കിൽ നമുക്ക് അല്ലാഹു പുറത്തു തരാൻ പ്രഖ്യാപിച്ചാൽ മലക്കുകൾ പറയുന്നു, പടച്ചോനെ, അതിൽ പുറത്തു കൊടുക്കാൻ പറ്റാത്ത ഒരാളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ മജ്ലിസിൽ വന്നതല്ല, പോയപ്പതിൽ കയറിയിരുന്നതാ. അള്ളാഹുവിന്റെ മറുപടി എന്താണെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഹുമുൽ ഖൗമു ലാ യസ്ഖാ ജലീസുഹും. അതെ, അതൊരു പ്രത്യേക ടീമാണ്. അവർക്ക് പുറത്തു കൊടുക്കുമ്പോൾ ലാ യസ്ഖാ ജലീസുഹും,
തിരഞ്ഞെടുത്ത് പുറത്തു കൊടുക്കുന്ന പരിപാടിയില്ല. ലാ യസ്കാ ജലീസുഹും, അവരുടെ കൂടെ ഒട്ടിയിരുന്നവനും പരാജയപ്പെടൂല, ആ സദസ്സിൽ വന്നിരുന്നവനും പരാജയപ്പെടൂല. എത്ര വലിയ പാപിയാണെങ്കിലും ഞാൻ അവന് പൊറുക്കുകയാണ്. ഒരു ഹജ്ജാദ് റാത്തീബിൽ പോയി പങ്കെടുക്കുന്നതിന്റെ മഹത്വം എത്രയാണ്. ദിക്ർ മജ്ലിസിൽ, അതുപോലെ ഒരു ദിക്ർ മജ്ലിസാണ് ഇൽമിന്റെ സദസ്സ്. ഇവിടെ പങ്കെടുത്താലും കൂലി അത് തന്നെ. അല്ലാഹു അത്തരത്തിലുള്ള ഒരു വേദിയാക്കി നമ്മുടെ വേദിയെ മാറ്റിത്തരട്ടെ. അൽഹംദുലില്ലാഹ്, ധാരാളം മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ വരുമ്പോഴും തങ്ങളോട് പറഞ്ഞു, തങ്ങളിങ്ങോട്ട് പോകുന്നതിന്റെ ശേഷം ഞാൻ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു, ഇന്ന് ഈ പരിപാടി നിർത്തിയേക്കായിരുന്നു, നമുക്ക് നാളെ തുടങ്ങാമായിരുന്നു. കാരണം നോമ്പായതുകൊണ്ട് പലരും എത്തിപ്പെടൂല. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പൊ ഈ സദസ്സ് കണ്ടപ്പോൾ. ഇത്രയും ആളുകൾ ഇന്നൊരുമിച്ച് കൂടിയല്ലോ, അത് വലിയൊരു സന്തോഷം തന്നെയാണ്. അൽഹംദുലില്ലാഹ്, നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേന്നുമായിട്ട് ഞാൻ പറയുന്ന ഈ സദസ്സ് എത്ര ആളുകളെ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുമോ, നിങ്ങൾ വെറുതെ ആവൂല. ഉറപ്പു തരുന്നു, നിങ്ങൾ വെറുതെ ആവൂല. ഒരു 4 ആള് ഹദ്ദാദ് റാത്തീബ് ചൊല്ലാൻ തുടങ്ങിയാൽ രക്ഷപ്പെട്ടില്ലേ. ഇതൊക്കെ ഹദ്ദാദ് റാത്തീബിന്റെ മഹത്വങ്ങളാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ സദസ്സിനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അപ്പോൾ ഈ ദിക്റുകൾക്കൊക്കെ ഒറ്റയ്ക്കിരുന്ന് ചെല്ലിയാൽ തന്നെ അതിന്റേതായ മഹത്വമുണ്ട്. അതോടൊപ്പം പിന്നെ ഒരുമിച്ച് ചെല്ലുമ്പോൾ അതിന്റേതായ മഹത്വമുണ്ട്. ഉദാഹരണം, നിസ്കാരത്തിന്റേതായ മഹത്വമുണ്ട്. പക്ഷെ ജമാഅത്തായി നിസ്കരിക്കുന്നതിന് ദറജ കൂടുകയാണ്. ജമാഅത്തായി നിസ്കരിക്കുന്നതിന് ദറജ കൂടുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഒറ്റക്കെന്നെ പറ്റി പറഞ്ഞാൽ ഞാൻ ഒറ്റക്കവനെ പറ്റി പറയും, വേറെ ആരെയും അറിയിക്കില്ല. പക്ഷേ ഒരു സംഘത്തിൽ പറഞ്ഞാൽ അവരെയും കൂടെ ഞാൻ ആ കാര്യം അറിയിക്കും, ഒന്നും കൂടെ ഉഷാറാവുകയാണ്. അപ്പൊ ആ ഉഷാറാവൽ ഉണ്ടാവണമെങ്കിൽ സംഘടിതമായി ചൊല്ലണം. അതിന് ഒന്നും കൂടെ പ്രത്യേകതയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖറജ അലാ ഹൽഖത്തിൻ മിൻ സ്വഹാബിഹി, ഖറജ അലാ ഹൽഖത്തിൻ മിൻ സ്വഹാബിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൽഖ, നബി തങ്ങളുടെ സഹാബത്തിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ ഹൽഖയിരിക്കുന്നത് നബി തങ്ങൾ കണ്ടു. അവര് വട്ടട്ടിരുന്നിട്ട്, അവരിങ്ങനെ കൂടിയിരുന്നിട്ട് ദിക്ർ ചൊല്ലുന്നത് നബി തങ്ങൾ കാണുന്നു. ഫഖാല, ഒരു ടീമിനെ നബി ഇരിക്കുന്നത് കണ്ടു. ദിക്ർ എല്ലാമില്ല, ഒരു ടീം ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ നബി ചോദിച്ചു, മാ അജ്ലസകും, എന്തേപ്പ ഇന്നേരത്ത് ഇവിടെ, എന്തേപ്പ ഇങ്ങനെ കൂട്ടായിട്ടൊരു പ്രത്യേക ഇരുത്തോ എന്ന് ചോദിച്ചപ്പോ ഖാലൂ, അവരുടെ മറുപടി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോ, മുആവിയയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ജലലസ്നാ നദ്കുറുല്ലാഹ വഹദ, ഏകനായ റബ്ബിനെ മരിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ദിക്ർ ചൊല്ലിയിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു അതാനി ജിബ്രീൽ. ഞാനത് ചോദിക്കാനൊരു പ്രത്യേക കാരണമുണ്ട്. എന്റെ അടുത്ത് ഇപ്പൊ ജിബ്രീൽ വന്നു. വഅഖ്ബറനീ, നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത് ചൂടാറാതെയാണ്. എന്റെ അടുത്ത് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ തൊട്ടടുത്തൊരു ടീമുണ്ട്, ഒരുമിച്ചിരുന്ന് കൂട്ടായിട്ടിരുന്ന് ദിക്ർ ചൊല്ലുന്ന എന്നോട് ജിബ്രീൽ പറഞ്ഞു, വഅഖ്ബറനീ അന്നല്ലാഹ യുബാഹി ബികുമുൽ മലായിക, ഈ ഇരിക്കുന്ന നിങ്ങളെ കൊണ്ട് അല്ലാഹു മലക്കുകളോട് പറഞ്ഞു ഊറ്റം കൊള്ളുന്നുണ്ട്, മുബാഹാത്ത് നടത്തുന്നുണ്ട്. ജിബ്രീൽ എന്നോട് പറഞ്ഞു, അല്ലാഹ് അങ്ങനെ ഒരു ടീമിനെ കൊണ്ട് മലക്കുകളുടെ മുമ്പിൽ പറഞ്ഞിട്ട് കണ്ട നിങ്ങൾ പറഞ്ഞത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് അല്ലാഹു അവരുടെ മദ്ഹ് പറഞ്ഞ് ഊറ്റം കൊള്ളാണ്. അപ്പൊ നിങ്ങളടുത്ത് കൊണ്ടുവന്നതാ, നിങ്ങളെ ആ കാര്യം അറിയിക്കാൻ വേണ്ടി. ഇപ്പൊ റസൂലുള്ളാന്റെ അടുത്ത് വിവരം അങ്ങോട്ട് കിട്ടുകയാണ്. റസൂലുള്ള വന്നിട്ട് സദസ്സിനോട് അങ്ങോട്ട് പറയാണ്. എന്നാലോചിച്ച് നോക്ക്, എത്ര ഭംഗിയുണ്ട് സംഗതി. അപ്പൊ ഈ മഹത്വങ്ങളൊക്കെ നമുക്ക് കിട്ടണ്ടേ, നമുക്ക് കിട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പറഞ്ഞാലും തീരാത്തതാ. ഇദാ മറർതും ബിരിയാദിൽ ജന്നതി ഫർതഉ, സ്വർഗീയ പൂന്തോപ്പുകളുടെ അടുത്തുകൂടെ നടക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായാൽ ആ പൂന്തോപ്പിൽ കയറി നിങ്ങൾ വിഹരിച്ചോ. സയ്യിദുനാ റസൂലുള്ളാഹി, സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് വമാ റിയാദുൽ ജന്ന, നബിയെ ഏതാണ് ഈ സ്വർഗീയ പൂന്തോപ്പ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഖാല ഹലഖുദ് ദിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹലഖുദ് ദിക്ർ, ദിക്റിന്റെ ഹൽഖകളാണ്.
ദിക്റിന്റെ ഹൽഖകളാണ്. ഹലഖുദ് ദിക്ർ, നേരത്തെ കേട്ട ഹൽഖ എന്ന് പറഞ്ഞതിന്റെ ബഹുവചനമാണ് ഹലഖ്. ഹിലഖ് എന്നും വേണമെങ്കിൽ വായിക്കാം. പ്രബലമായിട്ട് ഹലഖുദ് ദിക്ർ, അങ്ങനെയാണ് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. അതിന് പല ന്യായങ്ങളുമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാരണം സാധാരണക്കാരുടെ വേദിയാണ്. ഹലഖുദ് ദിക്ർ, ദിക്റിന്റെ ഹൽഖകളാണ്. റിയാദുൽ ജന്ന, സ്വർഗീയ പൂന്തോപ്പുകളാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി ഇതൊക്കെ നുബുവത്തിന്റെ തിരുനാക്കുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ദിക്റിനെ ആക്ഷേപിക്കുന്നവരുടെ കഥ എന്താ, അവരുടെ അവസ്ഥ എന്താ? അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ